നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. സംസ്ഥാനത്ത് റബ്ബറിന് റെക്കോർഡ് വില, കുരുമുളക് വിലയിൽ മുന്നേറ്റം. ഉത്സവ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുള്ള ഏലയ്ക്ക സംഭരണം സജീവം. പ്രമുഖ ലേലങ്ങളിൽ ഉത്തരേന്ത്യൻ വ്യവസായികളും കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യാപാരികളും ഏലം വാങ്ങിക്കൂട്ടാൻ പ്രകടിപ്പിക്കുന്ന തിടുക്കം കണക്കിലെടുത്താൽ ഇക്കുറി ഉത്സവ ദിനങ്ങളിൽ വിൽപ്പന റെക്കോർഡ് തലത്തിലെത്താം. ലേലത്തിനിറങ്ങിയ 37,771 കിലോയിൽ 36,586 കിലോയും വിറ്റഴിഞ്ഞു. ശരാശരി ഇനങ്ങൾ കിലോ 2,780 രൂപയിലും മികച്ച ഇനങ്ങൾ 3,736 രൂപയിലും കൈമാറി. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം ഉൽപ്പാദനം വരും മാസങ്ങളിൽ കുറയുമെന്ന സൂചനയാണ് തോട്ടം മേഖലയിൽ നിന്നും ലഭ്യമാകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ കുരുമുളകിന് ഡിമാൻഡ് ഉയർന്ന വിവരം വിയറ്റ്നാമിൽ ഇന്ന് ഉൽപ്പന്ന വില വർദ്ധിക്കാൻ അവസരമൊരുക്കി. വിദേശ മാർക്കറ്റുകളിലെ ഉണർവിൻ്റെ ചുവട് പിടിച്ച് ഇന്ത്യയിലും മുളക് വില മുന്നേറി. അന്തർ സംസ്ഥാന വാങ്ങലുകാർ ചരക്ക് ക്ഷാമം കണക്കിലെടുത്ത് ഉയർന്ന വിലയ്ക്ക് മുളക് ശേഖരിക്കാൻ ഉത്സാഹിച്ചു. കാർഷിക മേഖലയിൽ നിന്നും ടെർമിനൽ മാർക്കറ്റിലേക്കുള്ള വരവ് കുറഞ്ഞതോടെ അൺഗാർബിൾഡ് കിലോ 697 രൂപയായി. സംസ്ഥാനത്ത് റബ്ബർ റെക്കോർഡ് വിലയിൽ. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ കിലോ 282 രൂപയിലെത്തി. പല ഭാഗങ്ങളിലും കാലാവസ്ഥ അല്പം തെളിഞ്ഞത് അവസരമാക്കി ചെറുകിട കർഷകർ ടാപ്പിങ്ങിന് ഉത്സാഹിക്കുന്നുണ്ട്. ജപ്പാനിൽ റബ്ബർ കിലോ 426 യെന്നിലായി. ബാങ്കോക്ക് നിരക്ക് 291 രൂപയായി. കഴിഞ്ഞ ആഴ്ചകളിൽ പെയ്ത മഴയുടെ പ്രതിഫലനമെന്നോണം ഇലകൾ ചെറുതായിട്ട് കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും 2-3 ദിവസം വെയിൽ കണ്ടതോടെ ആ ഇല കൊഴിച്ചിൽ അല്പം കുറഞ്ഞിട്ടുണ്ട്. ഇനിയും മഴ തുടരുകയാണെങ്കിൽ വീണ്ടും ഇല കൊഴിയാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇപ്പോൾ ഈ മാസം ഇല പിടിക്കുന്ന ഒരു മാസമാണ്. ഈ മാസം മഴയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നമ്മുടെ റബ്ബർ മരത്തിൻ്റെ ഇല കൊഴിയുന്നത് ഒഴിവാക്കാം. നമ്മുടെ ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഇലയൊന്നുമില്ലാതെ ഉൽപ്പാദനം കുറഞ്ഞൊരവസ്ഥയിലോട്ട് മാറും. അപ്പോൾ വില കൂടിയാലും നമുക്ക് പ്രയോജനമില്ലാത്ത ഒരവസ്ഥ വരും. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.